വരാനിരിക്കുന്ന അസം തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പ്രധാനമായും സംസാരിക്കാൻ പോകുന്ന വ്യക്തി മനീഷ് കുമാറാണ്. അദ്ദേഹം ഇപ്പോൾ ഏകദേശം 2-3 ആഴ്ചയായി അവിടെ എല്ലായിടത്തും ഓടി നടന്ന് നേതാക്കളുമായി സംസാരിക്കുന്നു. എന്നാൽ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് സംബന്ധമായി സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കണമെന്ന് ഞാൻ കരുതി. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJPയും സഖ്യകക്ഷികളും 2 തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു. ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ 2016-ൽ AUDF പ്രത്യേകമായി മത്സരിച്ചു എന്നതാണ്. 2021-ൽ അത് കോൺഗ്രസിനൊപ്പം ചേർന്നാണ് മത്സരിച്ചത്. ഇനി 2021-ൽ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നത് വോട്ടിൻ്റെ കണക്ക് ഏകദേശം 0.5% സമാനമാണ് എന്നതാണ്. എന്നാൽ സീറ്റുകൾ BJP പ്ലസിന് 75-ഉം പ്രതിപക്ഷത്തിന് 50-ഉമാണ്. അതിന് കാരണം നഗരപ്രദേശങ്ങളിൽ BJP വളരെ ശക്തമാണ്, ഗ്രാമപ്രദേശങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോക്സഭാ തിരഞ്ഞെടുപ്പും നടന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ് 14 സീറ്റുകൾ, പക്ഷേ 22 സ്ഥാനാർത്ഥികൾ. ഇനി നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോകും. തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദ മത്സരങ്ങൾ ശത്രുതാപരമാകും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ 2026-ലെ തിരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. 2-3 നേതാക്കളെ ഒന്ന് നോക്കാം. ഒരാൾ മുഖ്യമന്ത്രിയാണ്, ശ്രീ ബിശ്വ. അദ്ദേഹം ജലുക് ബാരിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 4-5 തവണ അത് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ മാർജിൻ ഒരു ചെറിയ 50% ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വലിയ ഭീഷണിയിലാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ജോർഹട്ടിൽ നിന്ന് ശ്രീ ഗൗരവ് ഗൊഗോയ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയിയുടെ മകൻ. അദ്ദേഹം ജോർഹട്ട് എന്ന മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. അവിടെ ശ്രീ എന്ന പേരുള്ള ഒരു മാന്യനുണ്ട്, ഗോസ്വാമി. അദ്ദേഹം 3 തവണയായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഭൂരിപക്ഷം ഭേദപ്പെട്ടതാണ്, 5-7%. ആസാമിൽ കോൺഗ്രസിന് 20% ഭൂരിപക്ഷമുള്ള 6 മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ശ്രീ ഗൊഗോയ് ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പിന്നെ അവസാനമായി ശ്രീ AUDFലെ ബദറുദ്ദീൻ. അദ്ദേഹം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നത് AUDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു സുരക്ഷിതമായ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇനി നമുക്ക് അസമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംസാരിക്കാം. നിങ്ങൾ ഞങ്ങളോട് പറയൂ. നിങ്ങൾ ഏകദേശം 3 ആഴ്ചയായി അവിടെ യാത്ര ചെയ്യുകയാണല്ലോ. നല്ല ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചതല്ലാതെ വേറെ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? അപ്പോൾ എൻ്റെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് അവിടുത്തെ എൻ്റെ 5ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ കവർ ചെയ്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരിക്കലും അസമിൽ കവർ ചെയ്തിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട വ്യത്യാസം, നിങ്ങൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുഖം നൽകിയിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഹേമന്ത ബിശ്വ ശർമ്മ വേഴ്സസ് ഗൗരവ് ഗൊഗോയ് ആണ്. ഗൗരവ് ഗൊഗോയ് ജോർഹട്ട് സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. ജോർഹട്ട് സീറ്റ്, അദ്ദേഹം ജോർഹട്ട് പാർലമെന്ററി സീറ്റിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ഗൗരവ് ഗൊഗോയ് ജോർഹട്ടിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാനും അവിടെ നിന്ന് മത്സരിക്കുമെന്ന് ഹേമന്ത ബിശ്വ ശർമ്മ മുൻപ് പറഞ്ഞിരുന്നു. കൂടാതെ 2024-ൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹേമന്ത ബിശ്വ ശർമ്മ ജോർഹട്ട് സീറ്റിനെ ഒരു അഭിമാന പ്രശ്നമാക്കി മാറ്റിയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പകുതിയിലധികം ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഹേമന്ത ബിശ്വ ശർമ്മ പ്രചാരണം നടത്താത്ത ഒരു കോൺ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഗൗരവ് ഗൊഗോയ് ജയിച്ചു. ഇതൊരു കാരണമാണ് ഗൗരവ് ഗൊഗോയിയെ കോൺഗ്രസ് പാർട്ടിയും അവരുടെ മഹാസഖ്യവും. ഇത്തവണ കോൺഗ്രസിൻ്റെ സഖ്യം ബദ്രുദ്ദീൻ അജ്മലുമായിട്ടല്ല. കഴിഞ്ഞ തവണ 1% മാർജിൻ ആയിരുന്നിരിക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസിൽ വ്യക്തമായത് ബദ്രുദ്ദീൻ അജ്മലുമായുള്ള സഖ്യം കാരണം ബാക്കിയുള്ള സീറ്റുകളിൽ കാര്യമായ ഒരു ഹിന്ദു ഏകീകരണം, അതായത് ഒരു കൗണ്ടർ പോളറൈസേഷൻ നടന്നിരുന്നു എന്നാണ്. ബദ്രുദ്ദീൻ അജ്മൽ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഇത്തവണ കോൺഗ്രസ് പാർട്ടി അദ്ദേഹവുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ല എന്നതിൻ്റെ ഒരു വലിയ കാരണവും ഇതാണ്. അവർക്ക് 2 പുതിയ സഖ്യകക്ഷികളുണ്ട്. രജോന്തൾ അത് താങ്കളുടെ അഖിൽ ഗൊഗോയുടേതാണ്. പിന്നെ ലുറിൻ ജ്യോതി ഗൊഗോയുടെ AJPയുമുണ്ട്. ഗൊഗോയ് അപ്പം ഗൊഗോയ്. അതെ, അപ്പോൾ ഗൊഗോയ്, ഈ 3 ഗൊഗോയ്മാരുടെ സഖ്യത്തിന് പിന്നിലും ഒരു കഥയുണ്ട്.
വാസ്തവത്തിൽ അസം രാഷ്ട്രീയത്തിൽ ഹേമന്ത ബിശ്വ ശർമ്മയ്ക്ക് മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗവും അപ്പർ ആസാമിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ ഐഡന്റിറ്റി അവർ അഹോം ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഗൗരവ് ഗൊഗോയ് അപ്പർ ആസാമിൽ കാര്യമായ സ്വാധീനമുള്ള ആ പാർട്ടികളുമായി അവരുടെ സീറ്റുകൾ കഴിഞ്ഞ തവണ അഖിൽ ഗൊഗോയ്ക്ക് തൻ്റെ ശിവസാഗർ സീറ്റ് മാത്രമേ നേടാനായുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ സഖ്യം കോൺഗ്രസ് എന്തിന് ചെയ്തു? ഇതിൻ്റെ കാരണം ദൊറാബ് 2023 അവിടെ അസംബ്ലിയുടെ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ നടന്നു എന്നതാണ്. ഏകദേശം 30 മുതൽ 35 വരെ സീറ്റുകൾ മുസ്ലിം ആധിപത്യമുള്ള സീറ്റുകളായിരുന്നു. അവിടെ ഏതൊരു മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ആർക്കാണോ ലഭിച്ചിരുന്നത് അവർ വിജയിക്കുമായിരുന്നു. എന്നാൽ ആ സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ 20 മുതൽ 25 വരെ റെഡ്യൂസ് ആയിട്ടുണ്ട്. കൂടാതെ 20 മുതൽ 25 വരെ റെഡ്യൂസായി 20 മുതൽ 25 വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ 20 നിന്ന്, കാരണം അത് മുൻപ് 30 ആയിരുന്നു. മുൻപത് 30 മുതൽ 35 വരെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 20 മുതൽ 25 വരെയാണ്. കൂടാതെ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ സീറ്റുകൾ 16 നിന്ന് 19 ആവുകയും ഷെഡ്യൂൾ ട്രൈബിൻ്റെ സീറ്റുകൾ 8 നിന്ന് 9 ആവുകയും ചെയ്തു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും സീറ്റ് അതിപ്പോൾ ഒരു തവണ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഫിക്സ് ചെയ്യുന്നത്. ഓരോ തവണയും ഫിക്സ് ചെയ്യാൻ കഴിയും. അതെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഡീലിമിറ്റേഷൻ നടന്നിരുന്നു. ഡീലിമിറ്റേഷൻ 2023 നടന്നു. എന്തിനാണ് 2023 ഡീലിമിറ്റേഷൻ നടന്നത്? പുനർനിർണയം. ഇത് BJP 2026 തയ്യാറെടുപ്പ് നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാം. BJP എപ്പോഴും തെരഞ്ഞെടുപ്പ് മൂഡിലായിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു തരത്തിൽ ഇത് 2026 ഗൃഹപാഠം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാം. കൂടാതെ ചില മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകൾ SC സമുദായത്തിനായി സംവരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ അടുത്ത MLA ആരായാലും, അദ്ദേഹം BJPയിൽ നിന്നായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായാലും, അദ്ദേഹം SC സമുദായത്തിൽ നിന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ് സമുദായത്തിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പദ്ധതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം മുസ്ലിങ്ങളുടെ. കാരണം രാജ്യത്ത് ആകമാനം അസം അങ്ങനെ ഒരു സംസ്ഥാനമാണ്. അവിടെ മുസ്ലിം ജനസംഖ്യ 40%. അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്നതായിരിക്കും. സെൻസസിൽ അങ്ങനെയല്ല. സെൻസസിൽ 34%. 34%. പക്ഷേ ആളുകൾ 40% കണക്കാക്കുന്നു. കാരണം രാജ്യത്ത് 15-16 വർഷമായി സെൻസസ് നടന്നിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം, BJP ഈ 2026 തെരഞ്ഞെടുപ്പിനായി അവരുടെ ഈ ഗൃഹപാഠം ചെയ്തു എന്നതാണ്. കാരണം ഒരു പുതിയ സഖ്യം രൂപീകരിക്കുകയാണെങ്കിൽ എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ കാണും, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പോയിരുന്നെങ്കിൽ BJP ഒരിക്കൽ കൂടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. പക്ഷേ BJPയുടെ സീറ്റുകൾ വർദ്ധിക്കും, കോൺഗ്രസ് പാർട്ടിയുടെയും സീറ്റുകൾ വർദ്ധിക്കും. പക്ഷേ അവരുടെ 2 സഖ്യകക്ഷികൾ, ഒന്ന് അസം ഗണ പരിഷത്ത് AGP, ഒരു കാലത്ത് ആരുടെ തോളിലേറിയാണോ BJP അസമിലെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. രണ്ടാമത്തേത് ബദറുദ്ദീൻ അജ്മൽ. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ 15-16 സീറ്റുകൾ ലഭിച്ചിരുന്നു. ഇത്തവണ അവർ ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങിപ്പോകും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തവണത്തെ സഖ്യകക്ഷി, പക്ഷേ ഈ ബോഡോലാൻഡ്, അതിലെ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ബോഡോലാൻഡിലുണ്ടായിരുന്ന ബോഡോ പീപ്പിൾസ് ഫ്രണ്ട് BPF, അതായത് ഹഗ്രാമ മൊഹിലാരിയുടെ പാർട്ടി, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഹേമന്ത ബിശ്വ ശർമ്മ ഒരു തരത്തിൽ പ്രതിജ്ഞ എടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം അവരുടെ എതിരാളിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നിരുന്നു. പക്ഷേ BJP എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ വർഷം അവിടെ ലോക്കൽ ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ BPF തൂത്തുവാരി. അപ്പോൾ BJP തങ്ങളുടെ പഴയ UPPSനെ ഒഴിവാക്കി. ഒരു തരത്തിൽ അവരെ സെറ്റ് അസൈഡ്, അവരെ സൈഡ് ചെയ്ത് അവർ ഉടൻ തന്നെ ഹഗ്രാമ മുഹിലാരിയുടെ BPFനൊപ്പം ഇത്തവണ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഹഗ്രാമ 11 സീറ്റുകളിൽ മത്സരിക്കും. കൂടാതെ BJP അവിടെ ബോഡോലാൻഡിലെ 15 സീറ്റുകളിൽ 4 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതാണ് പ്രായോഗിക രാഷ്ട്രീയം. കാരണം അവിടെ പ്രത്യയശാസ്ത്രമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കൂടുതൽ ശക്തനായ ആൾക്കൊപ്പം പോകരുത്? BJP ചെയ്യുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി BJPയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്താണ് എന്നതിലേക്ക് നമുക്ക് കടക്കാം. BJPയുടെ ഭാഗത്തു നിന്ന് അവരെപ്പോഴും വാഗ്ദാനം ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്നതിനപ്പുറം
വാഗ്ദാനം നൽകുന്ന ആളുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവസാനത്തെ 90 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 45 ദിവസങ്ങളിൽ നിങ്ങൾ ആളുകളുടെ അക്കൗണ്ടിൽ എത്ര പണം നൽകിയെന്ന് കാണുക. അവിടെ BJPയുടെ പ്രകടനം ബീഹാറിൽ നിതീഷ് കുമാർ ചെയ്തതുപോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയാം. അവർ 10,000 അല്ല, പക്ഷേ 9,000. നവ്ദേവ് സ്കീമിൽ 40 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക്, അതായത് 3,600 കോടി രൂപ അവർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കൃത്യം 4 ദിവസം മുമ്പ് ട്രാൻസ്ഫർ ചെയ്തു. ഇതുകൂടാതെ മറ്റു പല സ്കീമുകളുടെ പണവും പോയിട്ടുണ്ട്. അത് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് BJP ഗ്രൗണ്ടിൽ വളരെ ഇൻവിൻസിബിളായി തോന്നുന്നു. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. NRCയെയും CAAയെയും കുറിച്ചുള്ള ഈ കഥകളെല്ലാമുണ്ട്. അത് മുസ്ലിം വോട്ടുകളെ അകറ്റാനും ഹിന്ദു വോട്ടുകളെ പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങളുടെയൊക്കെ പ്രത്യാഘാതം എന്താണ്? അതുപോലെ ഏകീകൃത സിവിൽ കോഡ് വരുന്നു എന്ന വസ്തുതയുടെയും അതിനുശേഷം ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കുന്നു? നോക്കൂ, ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം ആരാണ് പണം നൽകുന്നത്, ആരാണ് അക്കൗണ്ടിൽ എത്ര രൂപ എത്തിച്ചത് എന്നതാണ്. അപ്പോൾ പ്രചാരണം നടത്തേണ്ട ആവശ്യം എന്താണ്? പൈസ കൊടുക്കൂ, തീർക്കുന്നേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സത്യം ഇതാണ്. നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ആകട്ടെ, ഏത് മുഖ്യമന്ത്രിയാണോ ഏത് സംസ്ഥാനത്ത് എത്ര പണം നൽകുന്നത്, അയാളുടെ സ്ട്രൈക്ക് റേറ്റ് അത്രത്തോളം വർദ്ധിക്കുന്നു. അതും ആ പണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഓൺ ദ ഈവ് ഓഫ് ഇലക്ഷനിൽ വരുമ്പോഴാണ്. ഞാനൊന്ന് വിശദീകരിക്കട്ടെ. നിങ്ങൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് 3,000 രൂപ നൽകുന്നു എന്ന് കരുതുക. ഞാൻ മുഖ്യമന്ത്രി ആയാൽ 6,000 രൂപ തരാമെന്ന് ഞാനും പറയുന്നു. എൻ്റെ ഈ തന്ത്രം വിജയിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ജഗൻമോഹൻ റെഡ്ഡി ഒരുപാട് പണം കൊടുത്തിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ DBTയുടെ സാച്ചുറേഷൻ ലെവൽ വരെ അദ്ദേഹം എത്തിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഓഫർ ചെയ്തു. അങ്ങനെ ചന്ദ്രബാബു നായിഡു തിരികെ വന്നു. പക്ഷേ നോക്കൂ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതും കൂടിയാണ്. അത് പവൻ കല്യാണുമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം കൂടിയായിരുന്നു. അപ്പോൾ പണം മാത്രമാണ് കാരണമെന്ന് നിങ്ങൾ പറയുകയാണോ? നോക്കൂ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടെ ദാരിദ്ര്യം കൂടുതലാണ്. അവിടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഈ പണം, പ്രത്യേകിച്ച് അത് മന്ത്ലി ട്രാൻസ്ഫർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓൺ ദ ഈവ് ഓഫ് ദി ഇലക്ഷനിൽ ലഭിക്കുന്ന ലംസം എമൗണ്ട് വളരെ സൈസബിൾ ആണെങ്കിൽ, അപ്പോൾ നാച്ചുറലി നിങ്ങൾ പണം എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻറ്റി ഇൻകംബൻസിയെ എവിടെയെങ്കിലും ന്യൂട്രലൈസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ആസാമിൽ ഞാൻ നിങ്ങളോട് പറയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രത്യേകിച്ച് ലാസ്റ്റ് 2-3 ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അഴിമതി ഒരു വലിയ വിഷയമാക്കുകയും ഹേമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതായി കാണപ്പെട്ടു. ഹേമന്ത ബിശ്വ കഴിഞ്ഞ തവണയും ഉന്നയിച്ചിരുന്നു. അല്ല, പക്ഷേ ഇത്തവണ അല്പമൊന്ന് കോൺഗ്രസ് പാർട്ടിയാകട്ടെ, രാഹുൽ ഗാന്ധിയാകട്ടെ, പ്രിയങ്ക ഗാന്ധിയാകട്ടെ, എല്ലാവരും അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് തങ്ങളുടെ സർക്കാർ വന്നാൽ ഇദ്ദേഹത്തെ ജയിലിലടക്കുമെന്നും ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുമെന്നുമാണ്. പക്ഷേ ഈയിടെയായി എന്താണ് സംഭവിക്കുന്നത് ദൊറാബ്? സർക്കാരുകൾ എത്തിക്കുന്ന പണത്തിന് മുന്നിൽ ഈ ആരോപണങ്ങളെല്ലാം എവിടെയൊക്കെയോ അല്പം നിർവീര്യമാക്കപ്പെടുന്നു. ആളുകൾക്ക് തോന്നുന്നത്, അയ്യോ, ഇദ്ദേഹം ഞങ്ങൾക്ക് കുറഞ്ഞപക്ഷം പണമെങ്കിലും തന്നിട്ടുണ്ടല്ലോ എന്നാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകൾക്ക്, വനിതാ വോട്ടർമാർക്ക് പണം നൽകിയാൽ വനിതാ വോട്ടർമാരുടെ ആ വോട്ട് ഒരു തരത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബീഹാറിൽ ഞങ്ങൾ NDAയുടെ യോഗങ്ങൾക്ക് പോയ ഇടങ്ങളിലെല്ലാം ഇത്തവണ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഹേമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിലും അസമിൽ നടന്ന എല്ലാ യോഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകളിലും സ്ത്രീകൾ വന്നിരുന്നു. ആ സ്ത്രീകളാകട്ടെ അരുണോദയ് സ്കീമിൻ്റെ പണം അക്കൗണ്ടുകളിൽ ലഭിച്ചിരുന്ന അതേ സ്ത്രീകൾ തന്നെയായിരുന്നു. പിന്നെ അരുണോദയ് എന്നത് ബീഹാറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു തുടർ പദ്ധതിയാണ്. കാരണം നിങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി അവിടെ അവരുടെ വാഗ്ദാനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് 50,000 രൂപ നൽകുമെന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഹേമന്ത ബിശ്വ ശർമ്മ, നിർമ്മല സീതാരാമനാണ് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ അരുണോദയ് സ്കീമിൽ 1,250 രൂപയാണ് നൽകുന്നത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 3,000 രൂപയാക്കുമെന്നാണ്. അപ്പോൾ ആരെങ്കിലും ഒരു തവണ പണം നൽകി വീട്ടിലിരിക്കുകയാണെന്നല്ല ഇതിനർത്ഥം. ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാമോ, BJP തദ്ദേശീയർക്ക് ഭൂമിയുടെ അവകാശവും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന്.
ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ കൂടുതൽ പാലങ്ങൾ. പണം അതിനെയെല്ലാം ഇല്ലാതാക്കുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശരിയാണോ? ഇല്ല. നോക്കൂ, ആ വലിയ വലിയ പാലങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. നോക്കൂ, ഞാൻ അസമിൽ യാത്ര ചെയ്യുമ്പോൾ കടുത്ത BJP വോട്ടർ പോലും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ എവിടെയോ എന്തോ ഒരു സത്യാവസ്ഥയുണ്ടെന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ അവർ നിങ്ങൾക്ക് ഇതും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ ഗുവാഹത്തി നഗരത്തിൽ എത്ര ഫ്ലൈ ഓവറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്, എത്ര നല്ല 4 വരിപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ റോഡുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ, ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ അത് എവിടെയൊക്കെയോ മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങളെ നിർവീര്യമാക്കുന്നുണ്ട്. കൂടാതെ പലർക്കും ആ അഴിമതി ഇപ്പോൾ അത്ര വലിയൊരു വിഷയമായി ഉയർന്നു വരുന്നില്ല. അപ്പോൾ വ്യക്തമായും വികസനം നടക്കുന്നുണ്ട്, അഴിമതിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ പറയുന്നു, അഴിമതി മറന്നേക്കൂ, വികസനത്തെക്കുറിച്ച് ചിന്തിക്കൂ, നമുക്ക് കിട്ടുന്ന പണത്തെക്കുറിച്ചും ചിന്തിക്കൂ. അതുതന്നെയാണ് വോട്ടുണ്ടാക്കുന്നത്. നോക്കൂ ദൊരാബ്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ഇന്നത്തെ വോട്ടർക്ക് ലളിതമായ ഒരൊറ്റ സിദ്ധാന്തമേ ഉള്ളൂ: നിങ്ങൾ എനിക്ക് നോട്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാം എന്ന്. അവർ ഇപ്പോൾ നേതാക്കളുമായി ഒരു ഇടപാട് ബന്ധമാണ് വെച്ചു പുലർത്തുന്നത്. ഇതൊരു സത്യം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ, ഹിമന്ത ബിശ്വശർമ്മയാകട്ടെ, അമിത് ഷാ ആകട്ടെ, ഈ ആളുകൾ മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരാണ്. എന്നാൽ ഇവരുടെയും ഗതികേട് എന്തെന്നാൽ, എവിടെയാണോ ഇവർ ശക്തരായിട്ടുള്ളത്, എവിടെയാണോ ഇവർക്ക് സംഘടനകൾ ഉള്ളത്, അവിടെയും തങ്ങളുടെ വോട്ടർമാരെ ഒന്നിച്ചു നിർത്തുന്നതിനായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി ഇവർക്കും ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വിജയം ഉറപ്പാകുന്നുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ രസകരമായ 2-3 മത്സരങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ഗുവാഹത്തിയിൽ. ആ യുവതി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഈ മത്സരത്തെക്കുറിച്ച് ഞങ്ങളോട് പറയൂ. ഗുവാഹത്തിയിൽ നോക്കൂ, വളരെ രസകരമായ 2-3 പോരാട്ടങ്ങളുണ്ട്. പറയൂ. ഉദാഹരണത്തിന് ഗുവാഹത്തി നഗരത്തിൽ കുനിക ചൗധരി, AJP, പുതിയ AJP. അതെ, അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാണ്. അതിനാൽ അവർക്ക് ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. അവർക്ക് മുന്നിൽ BJPയിൽ നിന്ന് വിജയ് ഗുപ്തയുണ്ട്. അദ്ദേഹം ഒരു ബിഹാറി വംശജനാണ്. പക്ഷേ അദ്ദേഹം BJPയിൽ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നുണ്ട്. AJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് BJPയുടെ സ്ഥാനാർത്ഥി ഒരു പുറത്തു നിന്നുള്ള ആളാണ് എന്നാണ്. ആ BJP അസമിലെ ആളുകൾക്ക് ടിക്കറ്റ് നൽകാതെ പുറത്തു നിന്നുള്ള ആളുകൾക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പോരാട്ടമായിരുന്നു. ചില സീറ്റുകളിൽ, ഗുവാഹത്തി നഗരത്തിൽ തന്നെ ചില സീറ്റുകളിൽ BJPയുടെ വിമതരും നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എത്ര വിമതരുണ്ട്? ധാരാളമുണ്ട്. BJPക്ക് ഏകദേശം 10ഓളം പേർ ആസാം മുഴുവനുള്ള 126 സീറ്റുകളിലായുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടത് അവരെ പിന്തിരിപ്പിക്കാൻ BJPയുടെ ഭാഗത്തു നിന്ന് വലിയ ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ്. അവർക്കൊരു ടിക്കറ്റ് നൽകാൻ ശ്രമിച്ചില്ല. നോക്കൂ ദോരാബ്, BJP എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവോ, ആരെങ്കിലും അവരുടെ വോട്ട് ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ അനുനയിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതെ. പക്ഷേ ഒരുപക്ഷെ തോന്നുന്നത് അസമിൽ അവർ അങ്ങനെയൊരു ശ്രമം നടത്തിയില്ല എന്നാണ്. കാരണം ആ സീറ്റുകളിൽ അവർക്ക് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതുകൊണ്ട് വിമതർ ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അതാണോ നിങ്ങൾ? ഇത് BJPയുടെ സ്വന്തം കണക്കുകൂട്ടലാണ്. കോൺഗ്രസിനും വിമതരുണ്ടോ? കോൺഗ്രസിനും കുറച്ച് വിമതരുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസിന് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന കാര്യം, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് പ്രചാരണ സമയത്ത് ഞങ്ങൾ കണ്ടതുപോലെ അവർക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെടുന്നതായി കാണുന്നു എന്നതാണ്. കൂടാതെ അപ്പർ അസമിൽ അവർ 2 ചെറിയ പാർട്ടികളുമായി ഉണ്ടാക്കിയ സഖ്യം കൊണ്ടും അവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണം പോയിട്ടുള്ളതുകൊണ്ട് സ്ത്രീകളുടെ വോട്ട് ഏകപക്ഷീയമാവുകയാണെങ്കിൽ, എങ്കിലും കോൺഗ്രസ് പാർട്ടിയും 50 ലക്ഷം രൂപ നൽകുമെന്ന്, 50,000 രൂപ നൽകുമെന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീകളോടും വിവേചനം കാണിക്കില്ല. ഏത് പ്രായത്തിലുള്ള, ഏത് ജാതിയിലോ സമുദായത്തിലോ പെട്ട സ്ത്രീകൾക്കും അവർ ഈ പണം നൽകും. 50,000 രൂപ വൺ ടൈം പേയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ തീർച്ചയായും ആ പണം തരുന്നയാളോട് നിങ്ങൾക്ക് കൂടുതൽ ചായ്വുണ്ടാകും. അതും കയ്യിലുള്ള പണമാണ് പ്രധാനം. അതെ. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ കാര്യങ്ങൾ പോകുന്ന ഈ പോക്കിൽ താമസിയാതെ നിങ്ങളൊരു പെൻഷനറാണെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അത് ലഭിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ അത് സ്ത്രീകൾക്കാണ്. താമസിയാതെ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി മാറും. അതുകൊണ്ട്
നിങ്ങൾക്കും എനിക്കും കുറച്ച് പണം ലഭിക്കാൻ അർഹതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കോൺഗ്രസ് പാർട്ടിയും അസമിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അരുണോദയ് സ്കീമിൽ ലഭിക്കുന്ന 1250 രൂപ അത് മുതിർന്ന പൗരന്മാർക്ക് എല്ലാ മാസവും പെൻഷനായി നൽകുമെന്ന്. പുരുഷനാണോ സ്ത്രീയാണോ എന്നത് പരിഗണിക്കാതെ. അതെ, അപ്പോൾ ഇതും ഒരു വലിയ കാര്യമാണ്. പക്ഷേ വോട്ടറുടെ ഫ്രാഗ്മെൻറ്റേഷൻ. അസമിലെ പ്രചാരണത്തിൽ ഞങ്ങൾ കണ്ടത് BJPയുടെ പ്രചാരണം എവിടെയോ കൂടുതൽ ആക്രമണോത്സുകമായിരുന്നു എന്നാണ്. BJPക്ക് ഒരു സംഘടനയുണ്ട്, അത് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എവിടെയോ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ അസമിൽ എനിക്ക് BJPക്ക് മുന്നിൽ അല്പം ദുർബലമായി തോന്നി. എന്നിരുന്നാലും അവസാനത്തെ 4-5 ദിവസങ്ങളിൽ അവരുടെ നേതാക്കൾ നന്നായി പ്രചാരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രചാരണം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്നൊന്നുമില്ല. അതൊരു സൈക്കോളജിക്കലാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വോട്ടർ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പണം വരുന്നതിനനുസരിച്ച് അവരുടെ മനസ്സ് അതനുസരിച്ച് രൂപപ്പെട്ടു വരും. കൂടാതെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇപ്പോഴത്തെ പാർട്ടിയല്ല, ക്ഷമിക്കണം, 10 വർഷമായി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണോ അത്? അവർക്ക് സംഭവിക്കുന്ന എന്തിനും, അവർക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്കും എല്ലാവരും അവരിലേക്കാണ് നോക്കുന്നതെന്നും BJP അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതാണെന്നും പറയുന്നു എന്നും അതിന് അർത്ഥമുണ്ടോ? അപ്പോൾ ഇത്രയും കാലം അധികാരത്തിലിരുന്നതുകൊണ്ട് അവർക്കും പ്രയോജനമുണ്ട്. നോക്കൂ, അവിടെ ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ ഒരു സ്വാധീനം കാണാനുണ്ട് എന്ന കാര്യം ഒരിടത്തും നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത് ഞാൻ എവിടെ പോയാലും അവിടെ നല്ല മെഡിക്കൽ കോളേജുകൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഞാൻ കാണുകയായിരുന്നു. ഒരുപാട് ക്യാൻസർ ആശുപത്രികൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് ഡൽഹി എയിംസിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്നത് അസമിൽ നിന്നോ നോർത്ത് ഈസ്റ്റിൽ നിന്നോ ബീഹാറിൽ നിന്നോ ആയിരുന്നു. എന്നാൽ അസമിൽ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരുപാട് പണം ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡുകൾ, ഉൾറോഡുകൾ, ഗ്രാമങ്ങളിലെ ഗ്രാമീണ റോഡുകളിലെ ഹൈവേകൾ, അതിൽ വലിയ മാറ്റം കണ്ടു. 10 വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതിനു മുൻപും നടന്നിരുന്നു. കേന്ദ്രത്തിലിരിക്കുന്ന ഏതൊരു സർക്കാരിനും അസം ഒരു മുൻഗണനയുള്ള സംസ്ഥാനമായിരുന്നു. എന്നാൽ അവിടെ ഈ സർക്കാർ ഉള്ളതുകൊണ്ട് പണിയെടുക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ BJPയോട് കുറച്ചുകൂടി കൂടുതലായി കണ്ടു. അതെ, ഇവരും അവരുടെ പ്രധാന വോട്ടർമാരാണ്. അഴിമതിയും വർദ്ധിച്ചിട്ടുണ്ടെന്ന് അവരും സമ്മതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലിയും നടക്കുന്നുണ്ടല്ലോ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ അസമിൽ ആരാണ് മുന്നിൽ എന്ന് നിങ്ങൾ പറയുമോ? നിസ്സംശയമായും BJP അസമിൻ്റെ കാര്യത്തിൽ അവർ അധികാരത്തിൽ തിരിച്ചു വരുമെന്നത് വളരെ വ്യക്തമായി തോന്നുന്നു. ഞങ്ങൾ പോൾ ഓഫ് പോൾസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ പോളുകൾ ചെയ്യാറുണ്ടെന്നല്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത പോൾ ഓഫ് പോൾസ് ഞങ്ങൾ ചെയ്തതല്ല. അതായത് ഞങ്ങൾ 9-10 പോളുകളുടെ ശരാശരി എടുക്കുമ്പോൾ BJPക്ക് 83 സീറ്റുകളും കോൺഗ്രസിന് 40 സീറ്റുകളും മറ്റുള്ളവർക്ക് 3 സീറ്റുകളും നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമേ കാത്തിരിക്കേണ്ടി വരൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി മനീഷ് ബാബു. വളരെ നന്ദി. വളരെയധികം നന്ദി ദൗറാബ്. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു വ്യത്യസ്തമായ പെർസ്പെക്റ്റീവാണ്, ഒരു വ്യത്യസ്തമായ, അതിനെ നിങ്ങൾക്ക് ആളുകൾക്കൊരു എൻലൈറ്റൻമെൻ്റ് ആണെന്ന് പറയാം. ഡീകോഡറിൽ ഞങ്ങളുടെ ഈ പ്രത്യേക ചർച്ച തുടരുന്നതായിരിക്കും. ഡീകോഡർ തുടർന്നും കാണുക.